ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. പല ബ്രാൻഡിലും കാർ വാഷിലൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാർ വാഷും ഈ ലൂബ് ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പുറത്ത് 50 ഡിഗ്രി ആയിരിക്കും, വണ്ടിക്ക് അടിയിലെന്ന് പറഞ്ഞാൽ എഗെയിൻ അതർ 50-60 ഡിഗ്രി ആയിരിക്കും. മൊത്തത്തിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവർ പണിയെടുക്കുന്നത്. ഇത്രയും ചൂടും ഹ്യൂമിഡിറ്റിയിലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് തിരിച്ചിവർ വീട്ടിൽ എന്ന് ഞാൻ പറയുമ്പോൾ ലേബർ ക്യാമ്പാണ്. അവരുടെ വീട് ലേബർ ക്യാമ്പാണ്. ഒരു മുറിയിൽ 10, 15, 16 പേരൊക്കെ താമസിക്കുന്ന മുറിയിൽ ഈ ബിസിനസ് ഓണേഴ്സ് അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴും ഒക്കെ ഈ പറഞ്ഞ ലേബർ ക്യാമ്പിൽ അവരുടെ മുറികളൊന്ന് സന്ദർശിക്കണം. സന്ദർശിച്ച് നോക്കണം. ഞാനൊരിക്കൽ പോയപ്പോൾ കണ്ടിട്ടുള്ളത്, അവിടെ കുട്ടികൾ രാത്രി കിടക്കുന്നത് ബെഡിൽ കിടന്നിട്ട് ഈ കാല് രണ്ടും പൊക്കി ബെഡിൻ്റെ മേളിൽ ഈ തുണി വെച്ചിട്ട് കാല് രണ്ടും കെട്ടിയിട്ടിട്ടാണ് കിടക്കുന്നത്. കാരണം അത്ര ചൂടും ഈ എക്സ്ട്രീം വെതറിലും ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോവും. കാല് രണ്ടും അടുപ്പിച്ചാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന സൈറ്റിൽ പണിയെടുക്കുന്ന ലേബേഴ്സും സെയിൽസ് ടീമിനെയൊക്കെ നമ്മൾ തിരിച്ച് പരിഗണിച്ചില്ലെങ്കിൽ അവർക്ക് അവഗണിക്കാതെ വേറെ എന്തോ ഓപ്ഷനാണ് ഉണ്ടാവുക? അവരൊരിക്കലും നമ്മൾ അവഗണിക്കും. അപ്പോൾ ആ അവഗണന ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം.